സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയ് ജനങ്ങളുടെ വിധി ഉറ്റുനോക്കിയ ദിവസമായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. തമിഴ്നാട്ടിൽ ഇന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് നടന്നത്. ഇപ്പോഴത്തെ പോളിംഗ് ശതമാന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം തമിഴ്നാട് സംസ്ഥാനം കണ്ട ഏറ്റവും ഉയർന്ന റെക്കോർഡ് നമ്പർ ഓഫ് പോളിംഗ് കണ്ട ദിവസമായിട്ട് ഇന്ന് മാറിയിരിക്കുന്നു. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വരുന്നത്. അതിന് ഒരേ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് വിജയുടെ ആ ഒരു സ്വാധീനം തന്നെയാണ്. വലിയ രീതിയിലുള്ള തരംഗമാണല്ലോ TVK പാർട്ടിയുമായിട്ട് എത്തിയ വിജയ് അവിടെ തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചത്. റാലികളിലും മറ്റുമെല്ലാം തന്നെ വലിയ ജനപങ്കാളിത്തം, ആൾക്കൂട്ടം, സുനാമി എല്ലാം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ആ ആൾക്കൂട്ടം എല്ലാം തന്നെ വിജയുടെ പാർട്ടിക്ക് വോട്ടായിട്ട് മാറ്റാനായിട്ട് കഴിഞ്ഞാൽ വലിയൊരു തരംഗമായിരിക്കും തമിഴ്നാട്ടിൽ TVK സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 2 മണ്ഡലങ്ങളിലാണ് തളപതി വിജയ് മത്സരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ ജനങ്ങളെ വിധി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കാത്തിരിക്കാം മെയ് 4 തീയതി വരാനിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ടിനായിട്ട്. ഇതിനിടയിൽ തമിഴ്നാട്ടിലെ ഒരുപാട് സിനിമാ നടന്മാർ ഇതിനോടകം തന്നെ വോട്ട് ചെയ്തു. അവരുടെ ചിത്രങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുകയാണ്. അജിത്താണ് അതിരാവിലെ തന്നെ വോട്ട് ചെയ്യാനായിട്ട് ആദ്യം എത്തിയത് എന്നാണ് റിപ്പോർട്ട്. അജിത്ത്, ചിയാൻ വിക്രം, സൂര്യ, രജനീകാന്ത്, കമൽഹാസൻ തുടങ്ങിയ നിരവധി തമിഴ് നടന്മാരെല്ലാം തന്നെ വോട്ട് ചെയ്യാനായിട്ട് എത്തി. അതോടൊപ്പം തന്നെ വോട്ട് ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വിവാദ വിഷയമായിരുന്നല്ലോ വിജയ് തൃഷ ബന്ധം. തൃഷയും വോട്ട് ചെയ്യാനായിട്ട് എത്തി. വോട്ട് ചെയ്ത ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓഡിയോ ട്രാക്കിൽ അർജുനാരോ വില്ലോ എന്ന ഗാനമാണ് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിജയ് സിനിമകളിലെ നായിക ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതേസമയം വിജയ് തൃഷ തരംഗം പോലെ തന്നെ ഒരു തരംഗം വിജയ് സിമ്രാൻ തരംഗം ഉണ്ടായിരുന്നല്ലോ. ഇലക്ഷൻ ബൂത്തുകൾ, സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളല്ല എന്നൊരു സൂചനയാണ് സിമ്രാൻ വോട്ട് ചെയ്തതിന് ശേഷം എക്സിൽ കുറിച്ചിരിക്കുന്നത്. ആരെയൊക്കെ ഉദ്ദേശിച്ചതാണ് എന്നൊരു ചോദ്യമാണ് എക്സിൽ ചർച്ചയാകുന്നത്. ഇതിനിടയിൽ നമ്മുടെ കേരളത്തിൽ 2016 വരെ വോട്ട് ചെയ്ത ദുൽഖർ സൽമാന് ഇത്തവണ തമിഴ്നാട്ടിലാണ് വോട്ട്. ദുൽഖർ വോട്ട് ചെയ്തതിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 10-20 വർഷത്തിലേറെയായിട്ട് തമിഴ്നാട്ടിൽ താമസിക്കുന്ന നടൻ ജയറാമും കുടുംബവും ഇതിനോടകം തന്നെ തമിഴ്നാട്ടിൽ വോട്ട് ചെയ്ത ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ആവേശത്തോടെ തമിഴ്നാട്ടിലെ ഇലക്ഷൻ റിസൾട്ടിനായിട്ട്. വിജയ്ക്ക് വിജയം ഉണ്ടാകുമോ എന്ന് അറിയുവാനായിട്ട് കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്ക്.